ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു, ആഘോഷങ്ങൾ തീർന്നു. പക്ഷേ പള്ളുരുത്തിയിലെ കായിക പ്രേമികൾക്ക് ടർഫിനുള്ളിൽ കയറി കളിക്കാൻ കഴിയുന്നില്ല. കോടികൾ മുടക്കി നിർമ്മിച്ച പദ്ധതികൾ പാതി വഴിയിൽ നിൽക്കുമ്പോൾ ജനം ചോദിക്കുന്നു, വികസനം വഴിമുട്ടിയോ? മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. ചില സിനിമകളിലെ രണ്ടാം പകുതിയിൽ കാണുന്ന അപ്രതീക്ഷിത ട്വിസ്റ്റ് പോലെയായി പള്ളുരുത്തി കച്ചേരിപ്പടിയിലെ ഫുട്ബോൾ ടർഫിന്റെ അവസ്ഥ. ആദ്യ പകുതിയിൽ വലിയ ആഘോഷത്തോടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പന്തുരുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ കളി മാറി. 2025 ഒക്ടോബർ 23-ന് അന്നത്തെ മേയർ വലിയ ആവേശത്തോടെ നാടിന് സമർപ്പിച്ച 1.25 കോടിയുടെ ഈ ടർഫിന് ആയുസ് വെറും 1.5 മാസം മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ടർഫിന് പുറത്തു തൂങ്ങുന്ന വലിയ പൂട്ടും നോക്കി നെടുവേർപ്പിടാനാണ് കുട്ടികളുടെ വിധി. വളരെ വിഷമമൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് തുറന്ന വലിയ ഉപകാരമായേനെ. പട്ടിയൊക്കെ കയറി കടിച്ച് നശിപ്പിച്ചിട്ടേക്കണേണ് ഇതൊക്കെ. പട്ടിയൊക്കെ നശിപ്പിക്കണോണ്ട് അമ്മ കയറി കളിക്കണത്. ഇതൊരുമാതിരി ഉറങ്ങിക്കിടന്ന കുട്ടിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് സദ്യയില്ലെന്ന് പറയുന്ന പോലെ ഉണ്ടെന്നാണ് നാട്ടുകാർക്കിടയിലെ സംസാരം. പണികൾ ഇനിയും തീരാനുണ്ടെന്ന് പറഞ്ഞ് നഗരസഭാ അധികൃതർ താക്കോൽ വാങ്ങി പൂട്ടിവെച്ചിരിക്കുകയാണ്. പണി തീർക്കാൻ വേണ്ടി പൂട്ടിയതാണോ അതോ പൂട്ടിയിട്ട് പണി തീർക്കുകയാണോ എന്ന് ആർക്കും നിശ്ചയമില്ല. ഇതിനിടയിൽ നഗരസഭയിലെ വകുപ്പുകൾ തമ്മിലുള്ള ശീതസമരം കൂടിയായപ്പോൾ കളി മുടങ്ങിയത് പള്ളുരുത്തിയിലെ ഫുട്ബോൾ പ്രേമികൾക്കാണ്. ടർഫിനുള്ളിൽ ഇപ്പോൾ ഫുട്ബോൾ താരങ്ങൾക്ക് പകരം തെരുവ് നായകളുടെ വക വേൾഡ് കപ്പ് മത്സരങ്ങളാണ് നടക്കുന്നത്. ടർഫിന്റെ വില കൂടിയ വലകൾ തെരുവ് നായകൾ തുരന്ന് അകത്ത് കിടക്കുന്ന അവസ്ഥയാണെന്ന് പരിസരവാസികളായ അബ്ദുൾ കയ്യൂമും നജീബും പറയുന്നു. ഇവിടെ ഒരു ടർഫ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ വളരെയധികം സന്തോഷം. കാരണം കുട്ടികൾക്ക് വൈകിട്ട് വന്നിരിക്കുവാനും കളിക്കുവാനുള്ള ഒരു എന്റർടൈൻമെന്റിന് ഒരു സ്പോട്ട് എന്നുള്ള രീതിയിൽ അതിനൊരു പക്ഷേ അതൊരു ടർഫായി മാറുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഒരു ചാർജ് അത് കൊടുക്കാൻ കുട്ടികളൊക്കെ വളരെ അധികം സന്തോഷത്തോടു കൂടി തയ്യാറായ ഒരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞ നവംബറിന് ശേഷം ഏതാണ്ട് ഒരു മാസമാണ് ടർഫ് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പൊതു കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. അതിനുശേഷം ഇത് അടച്ചിട്ടിരിക്കുക. ഇപ്പോൾ ഇത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കൊച്ചിൻ കോർപ്പറേഷനിലെ മറ്റിതര അധികാരികൾ തമ്മിലുള്ള ഒരു വലിയ ഒരു ശീത സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അടച്ചിട്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് പഴയതുപോലെ നിലവിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് അടച്ചു കെട്ടിയതിന് പകരം വളരെ വ്യവസ്ഥാപിതമായ ചെറിയ ഫീസോടുകൂടി അല്ലെങ്കിൽ അതിന് കൃത്യമായ നടത്തിപ്പിനുള്ള ആളുകളെ വെച്ചുകൊണ്ടോ ഇത് തുറന്നു കൊടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പോരാത്തതിന് രാത്രിയായാൽ ഇവിടം ചില സാമൂഹ്യ വിരുദ്ധർ താവളമായി മാറ്റുന്നുണ്ട്. കളിക്കാൻ മറ്റു സ്ഥലങ്ങളില്ലാത്തതിനാൽ വേനൽ അവധിക്കാലത്ത് മതിൽ ചാടിക്കടന്നാണ് കുട്ടികൾ അകത്തെത്തുന്നത്. എന്നാൽ അവിടെയുള്ള ഹൈ വോൾട്ടേജ് സ്വിച്ചുകളും ഇലക്ട്രിക് സാമഗ്രികളും കുട്ടികൾ തന്നെ കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ നാട്ടുകാർക്ക് പേടിയാണ്. പണം മുടക്കി നിർമ്മിച്ച ടർഫ് നശിച്ചു പോകുന്നതിനെ കുറിച്ച് കൗൺസിലർ റാഷിദ ഹുസൈനും നിരന്തരം അധികൃതരെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഫലമൊന്നും ഉണ്ടാകുന്നില്ല. നടക്കാൻ വേണ്ടി ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട്. രേഖാമൂലം ഞാൻ മേയർക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ വർക്കുകൾ നടത്തി വേണ്ട വിധത്തിൽ കുട്ടികൾക്ക് ഈ വെക്കേഷൻ കാലത്ത് അവർക്ക് കളിക്കാനും ഉല്ലസിക്കാനും തുറന്നു കൊടുക്കും. പണി ഇത് പൂർത്തിയാക്കാനുള്ള ഫണ്ടും ആയിട്ടുണ്ട് നമുക്ക്. പക്ഷേ അധികൃതർ അതിന് നിലവാരമെടുക്കുന്നില്ല. നഗരസഭയുടെ ഉള്ളിലെ ഈ പാസിംഗ് ഗെയിം അവസാനിപ്പിച്ച് എത്രയും വേഗം ഒരു സെക്യൂരിറ്റിയെ വെച്ച് ഈ ടർഫ് തുറന്നു കൊടുക്കണമെന്നാണ് പള്ളുരുത്തിക്കാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ഈ 1.25 കോടിയുടെ ടർഫ് വെറും ഷോക്കേസിനുമായി മാറാൻ അധിക കാലം വേണ്ടിവരില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. In every curious question, we see a scientist. In every step they take, we see a champion. We don't just care for children, we nurture who they are becoming. Sanford Preschool, where learning begins.